ഇനി നമുക്ക് 6th ക്വസ്റ്റ്യൻ നോക്കാം. ആർ ദ പോയിൻറ്റ്സ് എം -3 -4 എ 0 0 ആൻഡ് ജി 6 8 ഓൺ ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ. സജസ്റ്റ് എ മെത്തേഡ് ടു ചെക്ക് ദിസ് വിതൗട്ട് പ്ലോട്ടിംഗ് ആൻഡ് ജോയിനിങ് ദ പോയിൻറ്റ്സ്. എന്താ പറഞ്ഞിരിക്കുന്നത്? 3 പോയിൻറ്റ്സ് തന്നിട്ടുണ്ട്, പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് തന്നിട്ടുണ്ട്. ഈ 3 പോയിൻറ്റ്സും ഒരേ സ്ട്രെയിറ്റ് ലൈനിലുള്ള പോയിൻറ്റ്സ് ആണോ എന്ന് എങ്ങനെ തെളിയിക്കാം അല്ലെങ്കിൽ എങ്ങനെ ചെക്ക് ചെയ്യാം, അതിനൊരു മെത്തേഡ് പറയാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ശരിക്കും അതിനൊരു മെത്തേഡ് ഉണ്ട്. ഈ പോയിൻറ്റ്സ് എല്ലാം ഒരേ ലൈനിലുള്ള പോയിൻ്റ് ആണെങ്കിൽ അതിൻ്റെ സ്ലോപ്പ് സെയിം ആയിരിക്കും. അപ്പോൾ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ ഒരു ഇക്വേഷൻ ഉണ്ട്. അത് വെച്ചിട്ടൊക്കെ അത് നിങ്ങൾക്ക് ഇനി 10th അല്ലെങ്കിൽ +1 ആയിരിക്കും ആ ഒരു മെത്തേഡ് പഠിക്കുക. അപ്പോൾ ഇവിടെ നമുക്കറിയണ കാര്യം എന്താ? 2 പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ് ഫോർമുല അറിയാം. അപ്പോൾ അത് വെച്ചിട്ട് ഇതെങ്ങനെ പ്രൂവ് ചെയ്യാമെന്ന് നോക്കാം. ആദ്യം തന്നെ ഈ സ്ട്രെയിറ്റ് ലൈൻ എന്നുദ്ദേശിക്കുന്നത് ഇങ്ങനെ ഹൊറിസോണ്ടൽ അല്ലെങ്കിൽ വെർട്ടിക്കൽ മാത്രമല്ല. എന്താണ്? ഈ സ്ലാൻഡിങ് ലൈനും എന്ത് തന്നെയാണ്? സ്ട്രെയിറ്റ് ലൈനാണ്. സ്ട്രെയിറ്റ് ലൈന് കറക്റ്റ് ഹൊറിസോണ്ടൽ ആയിരിക്കണം, വെർട്ടിക്കൽ ആയിരിക്കണം, അങ്ങനെയൊന്നുമില്ല. സ്ട്രെയിറ്റ് ആയിട്ട് ഇരിക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ഈ പോയിൻ്റ് എന്താണ്? ഒരു സ്ട്രെയിറ്റ് ലൈനിൻ്റെ പോയിൻ്റാണ്. ഈ 3 ഒരേ സ്ട്രെയിറ്റ് ലൈനിലുള്ള പോയിൻറ്റ്സ് ആണെന്നാണ് നമുക്ക് തെളിയിക്കേണ്ടത്. ഇപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്കറിയാം -3 -4 ഏകദേശം ഇവിടെ ആയിട്ട് വരും. പിന്നെ വരുന്നത് എന്താ? 0 0 ഒറിജിൻ 0 0. ഇനി അടുത്തത് കുറച്ചും കൂടി മുകളിലായിരിക്കും, കാരണം അതെന്താ? 6 8 ഇത് ഫസ്റ്റ് ക്വാഡ്രൻറ്റിൽ വരുന്ന പോയിൻ്റാണ്. അപ്പോൾ ഇത് 6 8. അപ്പോൾ ഇത് 3 കൂടി ഒരേ ലൈനിൽ വരും എന്നാണ് നമുക്ക് ചെക്ക് ചെയ്യേണ്ടത്. ഇതേതാ? എം എ ജി. നമുക്ക് എന്ത് ചെയ്താൽ മതി? എം എയും എ ജിയും ഈ 2 ഡിസ്റ്റൻസും കണ്ടുപിടിക്കാം. എന്നിട്ട് അത് ആഡ് ചെയ്യാം. അത് ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? ഈ 2 പോയിൻറ്റ്സ്, ഈ ലൈനിൻ്റെ 2 എൻ പോയിൻറ്റ്സ് ഏതാണ്? എമ്മും ജിയും. ഈ 2 എൻ പോയിൻറ്റ്സ് തമ്മിലുള്ള ഡിസ്റ്റൻസ്, അതായത് ഈ എം ജി കിട്ടുന്നുണ്ടോ എന്ന് ചെക്ക് ചെയ്യുക. അതായത് ഇത്രയും നോക്കിയാൽ മതി. എം ജി ഈക്വൽ ടു എം എ പ്ലസ് എ ജി ആണോ എന്ന് ചെക്ക് ചെയ്യുക. എം എ തമ്മിലുള്ള ഡിസ്റ്റൻസ് നമുക്ക് നോക്കാം. ഇപ്പോൾ എയുടെ കോർഡിനേറ്റ് 0 0 ആണ്, എമ്മിൻ്റെ കോർഡിനേറ്റ് -3 -4. അപ്പോൾ ഇത് നമുക്ക് x2 y2 ഇത് x1 y1 ആയിട്ട് എടുക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് എം എ എന്തായിരിക്കും? √x2 - x1 എന്ന് വെച്ചാൽ എന്താ? -3 - 0, അതായത് -3 ഹോൾ സ്ക്വയർ പ്ലസ് y2 - y1. y2 എന്താ? -4 - 0, ദാറ്റ് ഈസ് -4 സ്ക്വയർ ഈക്വൽ ടു 3 സ്ക്വയർ. -3 സ്ക്വയർ എത്രയാണ്? 9. -4 സ്ക്വയർ എത്രയാണ്? 16. അപ്പോൾ 16 + 9 25. അപ്പോൾ √25 ഈക്വൽ ടു 5. അപ്പോൾ എം എ ഈക്വൽ ടു 5 സെൻറ്റിമീറ്റർ. അപ്പോൾ എം എയുടെ നീളം നമുക്ക് കിട്ടി. ഇനി എ ജിയുടെ നീളം കണ്ടുപിടിക്കാം. എ ജിയിൽ ഇനി ഇത് x2 y2 ആയിട്ട് എടുക്കാം. അപ്പോൾ √x2 - x1 എന്ന് വെച്ചാൽ 6 - 0, ദാറ്റ് ഈസ് 6 സ്ക്വയർ. y2 - y1 സ്ക്വയർ എത്രയാണ്? 8 - 0, ദാറ്റ് ഈസ് 8 സ്ക്വയർ ഈക്വൽ ടു 36. 6 സ്ക്വയർ ഈസ് 36 ആൻഡ് 8 സ്ക്വയർ 64. 36 + 64 100. അപ്പോൾ √100 എത്ര? 10. അപ്പോൾ എ ജിയുടെ നീളം എത്ര കിട്ടി? 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് 10, ഇത് 5. അപ്പോൾ മൊത്തം എം ടു ജി വരെയുള്ള ലൈനിൻ്റെ ലെങ്ത് എത്രയായിരിക്കും? 15 സെൻറ്റിമീറ്റർ ആവണം അല്ലേ? എം എ എന്ന് പറയുന്നത് ഇതാണ് ലൈൻ. ഇവിടെ എം, ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ഒരു എ ഉണ്ട്, ഇവിടെ ഒരു ജി ഉണ്ട്. അപ്പോൾ ഇത് 5 സെൻറ്റിമീറ്റർ, ഇത് 10 സെൻറ്റിമീറ്റർ ആണെങ്കിൽ മൊത്തത്തിൽ എത്ര സെൻറ്റിമീറ്റർ ആണ്? 15 സെൻറ്റിമീറ്റർ ആവണം. അപ്പോൾ ഇവിടെ നമുക്ക് എമ്മിൻ്റെ കോർഡിനേറ്റ്സ് എന്താ? -3 -4. ജിയുടെ കോർഡിനേറ്റ്സ് എന്താ? 6 8. അപ്പോൾ ഈ 2 കോർഡിനേറ്റ്സ് വെച്ചിട്ട് ഈ എമ്മും ജിയും തമ്മിലുള്ള ഡിസ്റ്റൻസ് കണ്ടുപിടിക്കാം. അത് 15 സെൻറ്റിമീറ്റർ ആണോ കിട്ടണമെന്ന് ചെക്ക് ചെയ്യാം. ഇനി ഡിസ്റ്റൻസ് ബിറ്റ്വീൻ എം ആൻഡ് ജി നോക്കിക്കഴിഞ്ഞാൽ എമ്മിൻ്റെ കോർഡിനേറ്റ്സ് x1 y1, ജി കോർഡിനേറ്റ്സ് x2 y2 ആയിട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ എം ജി എന്ന ലൈൻ എന്തായിരിക്കും? എത്ര ലെങ്ത് ഉണ്ടാവും? x2 - x1 ദ ഹോൾ സ്ക്വയർ. x2 എന്താണ് ഇവിടെ? 6.
x2 minus x1 the whole square plus y2 minus y1 the whole square equal to root of x2 എന്താ 6 മൈനസ് x1 എന്താണ് -3, അപ്പോൾ -3 ഹോൾ സ്ക്വയർ പ്ലസ് y2 8 മൈനസ് y1 എന്താ -4 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇതെന്ത് വരും? ഇവിടെ നെഗറ്റീവും വരുമ്പോൾ ഇതെന്താവും? പോസിറ്റീവ് ആവും. ഇവിടെയും നെഗറ്റീവും വരുമ്പോൾ ഇതും പോസിറ്റീവ് ആവും. അപ്പോൾ 6 + 3 സ്ക്വയർ എന്താ 9 സ്ക്വയർ 81 പ്ലസ് 8 + 4 സ്ക്വയർ എത്രയാണ് 12 സ്ക്വയർ ഈക്വൽ ടു 144. അപ്പോൾ 144 + 81 ഈക്വൽ ടു 225. റൂട്ട് ഓഫ് 225 എന്താണ് 15 ഇൻറ്റു 15 ആണ് എന്ത് 225. അപ്പോൾ ഇത് എത്ര കിട്ടി? 15 സെൻറ്റിമീറ്റർ എന്ന് കിട്ടി. ഇതെല്ലാം എന്താ അപ്പോൾ മനസ്സിലാക്കണത്? all these 3 points are lying on the same straight line MAG. ഈ 3 പോയിൻറ്റ്സും ഒരേ സ്ട്രെയിറ്റ് ലൈനിലെ പോയിൻറ്റ്സ് ആണെന്ന് മനസ്സിലായി. 7th question. Use your method from problem 6 to check if the points are -5, -1, B -2, -5 and C 4, -12 are on the same straight line. Now plot both sets of points and check your answers. ബോത്ത് സെറ്റ്സ് എന്ന് വെച്ചാൽ നമ്മൾ നേരത്തെ ചെയ്ത 6th ക്വസ്റ്റ്യൻ്റെയും അതുപോലെ തന്നെ ഈ ഒരു പോയിൻറ്റ്സും ഇത് രണ്ടും ഗ്രാഫിൽ ഇത് പ്ലോട്ട് ചെയ്തിട്ട് ചെക്ക് ചെയ്യണം ഒരേ ലൈനിലുള്ളതാണോ എന്നുള്ളത്. നേരത്തെ പ്രോബ്ലത്തിൽ ചെയ്ത പോലെ തന്നെ നമ്മൾ എന്ത് ചെയ്യണം? RBC, അപ്പോൾ അതിൽ ഒരു ലൈൻ അതിൽ ഒരു പോയിൻ്റ് R, ഒരു പോയിൻ്റ് B, ഒരു പോയിൻ്റ് C ആണെങ്കിൽ ആദ്യം RB കണ്ടുപിടിക്കും, പിന്നെ BC കണ്ടുപിടിക്കും. എന്നിട്ട് ഇത് തമ്മിൽ ആഡ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടണം? RC കിട്ടണം. മനസ്സിലായില്ല? അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം R to B കാണാം, പിന്നെ B to C കാണാം. അത് രണ്ടും ആഡ് ചെയ്യുമ്പോൾ നമുക്ക് R to C കിട്ടണ്ടോ എന്ന് നോക്കാം. RB ഡിസ്റ്റൻസ് ഫ്രം R to B എങ്ങനെയാണ്? ഇതിന് നമുക്ക് x1 y1 എടുക്കാം, ഇത് x2 y2 എടുക്കാം. ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് കണ്ടുപിടിക്കാം. റൂട്ട് ഓഫ് എന്താ ഡിസ്റ്റൻസ് ഫോർമുല? x2 മൈനസ് x1 ദ ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ദ ഹോൾ സ്ക്വയർ. നിങ്ങൾക്ക് ഇനി ഇവിടെ x2 y2 ഇവിടെ x1 y1 എടുത്താലും പ്രശ്നമൊന്നുമില്ല. ആൻസർ കിട്ടുമ്പോൾ ലാസ്റ്റ് എന്താ സെയിം ആൻസർ തന്നെയാണ് കിട്ടുക. റൂട്ട് ഓഫ് x2 ഏതാ -2 മൈനസ് x1 -5 ഹോൾ സ്ക്വയർ പ്ലസ് y2 എന്താ -5 മൈനസ് y1 -1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു ഇവിടെ ഇതെന്തായി? പ്ലസ്സായി. ഇവിടെ ഇതെന്തായി? ഇവിടെയും പ്ലസ്സായി. അപ്പോൾ -2 + 5 എന്താ 3. അപ്പോൾ 3 സ്ക്വയർ 9. ഇനി -5 + 1 എന്താ -4. -4ൻ്റെ സ്ക്വയർ 16. 16 + 9 എന്താ 25. 25ൻ്റെ റൂട്ട് 5 സെൻറ്റിമീറ്റർ. ഇവിടെ സെൻറ്റിമീറ്റർ ആണോ മീറ്റർ ആണോ പ്രത്യേകം പറഞ്ഞിട്ടില്ല. അല്ലെങ്കിൽ എന്തെന്ന് പറയാം? 5 യൂണിറ്റ് എന്ന് പറയാം. ഇനി അടുത്തത് എന്താ? BC കണ്ടുപിടിക്കാം. ഇനി ഇത് x1 y1 എടുക്കുക, ഇത് x2 y2 എടുക്കുക. ഇവിടെ ഇങ്ങനെ എഴുതണമെന്നൊന്നുമില്ല, അത് നിങ്ങൾക്ക് മനസ്സിലാവാൻ വേണ്ടി ഞാനിവിടെ എഴുതി വയ്ക്കുന്നതാണ്. അപ്പോൾ B to C വരെയുള്ള ഡിസ്റ്റൻസ് എത്രയാ? x2 മൈനസ് x1 4 മൈനസ് 2 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1. y2 എത്രയാ? -12 മൈനസ് y1 എത്രയാ? 5 ഹോൾ സ്ക്വയർ ഈക്വൽ ടു റൂട്ട് ഓഫ് ഇവിടെ എന്തായി? പ്ലസ്. ഇവിടെ എന്തായി? ഇവിടെയും പ്ലസ്സായി. അപ്പോൾ 4 + 2 എന്താ 6. 6ൻ്റെ സ്ക്വയർ 36. -12 + 5 -12 + 5 എന്താ? -7. -7ൻ്റെ സ്ക്വയർ എന്ത് വരും? 49 വരും. അപ്പോൾ എന്ത് കിട്ടി? 49 + 36 ഈക്വൽ ടു 85. അപ്പോൾ റൂട്ട് ഓഫ് 85 ആണ് B to C വരെയുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ റൂട്ട് 85 അത് നമ്മളെങ്ങനെ കണ്ടുപിടിക്കും? റൂട്ട് 85 കാരണം ഇതൊന്ന് കണ്ടുപിടിച്ചാലാണ് നമുക്ക് R to C വരെയുള്ളത് ഈക്വൽ ആണോ എന്ന് നോക്കാൻ ഇത് രണ്ട് ആഡ് ചെയ്യണം അല്ലേ. അപ്പോൾ RBയും BCയും ആഡ് ചെയ്യണം. അപ്പോൾ RB എത്രയാണ്? 5.
അപ്പോൾ 5 പ്ലസ് റൂട്ട് 85 ആഡ് ചെയ്യണം. അപ്പോൾ റൂട്ട് 85 ഇനി സ്ക്വയർ റൂട്ട് ഓഫ് 85ൻ്റെ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ എങ്ങനെയാണ് കണ്ടുപിടിക്കണമെന്ന് നോക്കാം. അപ്പോൾ നമുക്ക് 85, അപ്പോൾ അതിൻ്റെ സ്ക്വയർ റൂട്ട് കണ്ടുപിടിക്കാനായിട്ട് 85ൻ്റെ അടുത്ത് വരുന്ന ഒരു പെർഫെക്റ്റ് സ്ക്വയർ ഏതൊക്കെയാണ്? 9 സ്ക്വയർ എന്ന് പറയുന്നത് എന്താ? 81 ആണ്. 10 സ്ക്വയർ എന്ന് പറയുന്നത് എത്രയാണ്? 100 ആണ്. അപ്പോൾ 85 എന്ന് പറയുന്നത് ഈ 81ൻ്റെയും 100ൻ്റെയും ഇടയിൽ വരുന്ന നമ്പറാണ്. അപ്പോൾ 85ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് എന്തായിരിക്കും? 9ൻ്റെയും 10ൻ്റെയും ഇടയിലായിരിക്കും. പിന്നെ 85 എന്ന് പറയുന്നത് 81ൻ്റെ അടുത്ത് നിൽക്കുന്ന ഒരു നമ്പറാണ്. അപ്പം 9 പോയിൻ്റ് എന്തെങ്കിലും ചെറുതായിട്ട് ഡെസിമൽ വാല്യൂസാണ് ഇവിടെ ഉണ്ടാവുള്ളൂ. അപ്പോൾ 9 പോയിൻറ്റ് സംതിങ് ആണ് എന്ത്? റൂട്ട് 85 എന്ന് പറയുന്നത്. ഇനി അത് എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കുക എന്നുള്ളത് നോക്കാം. റൂട്ട് 85 കണ്ടുപിടിക്കാനായിട്ട് ആദ്യം 9, ഇവിടുത്തെ സ്ക്വയർ റൂട്ട് നമുക്ക് അറിയണ സ്ക്വയർ റൂട്ട് ഏതാ? 85ൻ്റെ അടുത്തുള്ള സ്ക്വയർ റൂട്ട് 9. അതിൻ്റെ കൂടെ എന്ത് ആഡ് ചെയ്യണം? 85 മൈനസ് ഈ സ്ക്വയർ ഏതാ? പെർഫെക്റ്റ് സ്ക്വയർ 81 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 9. ഇത് ചെയ്ത് കഴിഞ്ഞാൽ ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ നമുക്ക് കിട്ടും. അപ്പോൾ ഇവിടെ 9 പ്ലസ് 85ൽ നിന്ന് 81 സബ്ട്രാക്ട് ചെയ്താൽ എത്രയാണ്? 4 ബൈ ഇതെന്താ? 18. അതായത് ഇതെന്ത് കിട്ടും? 2/9 കിട്ടും. അപ്പം 9 പ്ലസ് 2/9. അപ്പോൾ 2/9 എത്രയാണ് നോക്കുക. 2 ഡിവൈഡഡ് ബൈ 9 0.2 0 ഇട്ടു. 20ൽ എത്ര ടൈംസ്? 2 ടൈംസ് 18. വീണ്ടും 2 വന്നു. 0 ഇട്ടു. എത്ര ടൈംസ്? 2 ടൈംസ് 18. ഇതിങ്ങനെ പോയിക്കൊണ്ടേയിരിക്കും. അപ്പോൾ 9 പ്ലസ് എന്ത് കിട്ടി? 9 പ്ലസ് 0.222 ഇതാണ് കിട്ടിയത്. അതായത് എന്താ ആൻസർ? 9.222 ആണ് ഒരു അപ്രോക്സിമേറ്റ് വാല്യൂ ഓഫ് റൂട്ട് 85. എങ്ങനെയാണ് കിട്ടിയെന്ന് മനസ്സിലായില്ല? അതായത് ഇപ്പോൾ നമുക്ക് എക്സിൻ്റെ റൂട്ടാണ് കണ്ടുപിടിക്കേണ്ടത്. നമുക്ക് അറിയണ റൂട്ട് ഏതാണ്? വൈ. ഇപ്പോൾ വൈ സ്ക്വയർ എത്രയാണെന്ന് അറിയാം, അല്ലെങ്കിൽ അതെ വൈ സ്ക്വയർ എത്രയാണെന്ന് അറിയാം. അങ്ങനെയാണെങ്കിൽ എക്സിനോട് അടുത്തുള്ള, അതായത് ഇവിടെ 9 സ്ക്വയർ എന്ന് എഴുതിയതാണ് ഇവിടുത്തെ വൈ സ്ക്വയർ. അപ്പോൾ എങ്ങനെയാണ് റൂട്ട് എക്സ് കണ്ടുപിടിക്കുക? വൈ പ്ലസ് എക്സ് മൈനസ് വൈ സ്ക്വയർ ഡിവൈഡഡ് ബൈ 2y. ഇത് നിങ്ങൾക്ക് മനസ്സിലാവോ? ഇതിൽ എക്സ് എന്ന് പറയുന്നത് എന്താ? കണ്ടുപിടിക്കാനുള്ള റൂട്ട്. വൈ എന്ന് പറയുന്നത് എന്താണ്? നമുക്ക് അറിയുന്ന ഇതിൻ്റെ അടുത്തുള്ള സ്ക്വയർ റൂട്ടാണ് വൈ. അതിൻ്റെ സ്ക്വയർ വൈ സ്ക്വയർ. അപ്പോൾ എന്ത് ചെയ്യണം? ഇതിൽ നിന്ന് ഈ ഒരു കണ്ടുപിടിക്കേണ്ട സ്ക്വയർ റൂട്ടിൻ്റെ ഈ നമ്പറിൽ നിന്ന് അറിയുന്ന സ്ക്വയർ മൈനസ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു എന്താ? അറിയുന്ന സ്ക്വയർ റൂട്ട് ചെയ്യുക. അത് അറിയുന്ന സ്ക്വയർ റൂട്ടിൻ്റെ കൂടെ ആഡ് ചെയ്യുക. മനസ്സിലായോ? ഇനി ആർ ബിയും ബി സിയും കിട്ടി. ഇനി നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? ഇനി ആർ സി എത്രയാണെന്ന് കണ്ടുപിടിക്കണം. ആറ് നമുക്ക് x1 y1 ആയിട്ട് എടുക്കാം. സി എന്താണ്? x2 y2 ആയിട്ട് എടുക്കാം. അപ്പോൾ ഡിസ്റ്റൻസ് ഫ്രം ആർ ടു സി എന്താണ്? റൂട്ട് ഓഫ് x2 മൈനസ് x1. അപ്പോൾ 4 മൈനസ് 5 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ. അപ്പോൾ -12 മൈനസ് 1 ഹോൾ സ്ക്വയർ ഈക്വൽ ടു 4. ഇവിടെ എന്താവും? പ്ലസ് ആവും. അപ്പോൾ 4 + 5 എന്താ? 9 സ്ക്വയർ എത്രയാണ്? 81. ഇവിടെ എന്താവും? ഇവിടെയും പ്ലസ് ആവും. അപ്പം -12 + 1 എന്താ? -11. -11 സ്ക്വയർ എന്താണ്? 121. നിങ്ങളെല്ലാവരും 15 സ്ക്വയർ വരെ കാണാതെ പഠിച്ചു വെക്കണം. അത് നിങ്ങൾക്ക് നന്നായിട്ട് ഉപകാരപ്പെടും. അപ്പോൾ 11ൻ്റെയും 12ൻ്റെയും 13ൻ്റെയും 14ൻ്റെയും അറ്റ്ലീസ്റ്റ് 15 വരെ. പിന്നെ അറിയേണ്ട ഒരു സ്ക്വയറാണ് 25ൻ്റെയും സ്ക്വയർ. ഇത്രയും പഠിച്ചു വയ്ക്കുക. ഇനി ഇതെത്രയാണെന്ന് നോക്കാം. 81 + 121 എത്രയാണ്? 202. ഇനി 202ൻ്റെ സ്ക്വയർ റൂട്ട് എങ്ങനെയാണ് കണ്ടുപിടിക്കുക? നമുക്ക് നേരത്തെ കണ്ടുപിടിച്ച പോലെ സ്ക്വയർ റൂട്ട് ഓഫ് 202 കണ്ടുപിടിക്കാനായിട്ട് 202ൻ്റെ അടുത്ത് വരുന്ന ഒരു സ്ക്വയർ ഏതാ? കംപ്ലീറ്റ് സ്ക്വയർ ഏതാണ്?
14 സ്ക്വയർ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് എത്ര കിട്ടും? 196. 15 സ്ക്വയർ നോക്കിക്കഴിഞ്ഞാൽ 225. അപ്പോൾ ഈ 202 എന്ന് പറയുന്നത് ഇവിടെ ഇതിൻ്റെ ഇടയിൽ വരുന്ന ഒരു നമ്പറാണ്. അപ്പോൾ ഈ 202ൻ്റെ സ്ക്വയർ റൂട്ട് എന്ന് പറയുന്നത് 14ൻ്റെയും 15ൻ്റെയും ഇടയിൽ വരുന്ന നമ്പറാണ്. എന്തായാലും 15 ആവില്ല. 15ൻ്റെ സ്ക്വയർ എത്രയാണ്? 225 ആണ്. അപ്പോൾ 14 പോയിൻ്റ് എത്രയെങ്കിലും ആയിരിക്കും എന്ത് വരാം? 202ൻ്റെ സ്ക്വയർ റൂട്ട് വരാം. ഇനി അതെങ്ങനെ കണ്ടുപിടിക്കാൻ നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഇവിടെ ചെയ്യാം. അപ്പോൾ നമുക്കറിയണ സ്ക്വയർ റൂട്ട് ഏതാ ഇതിൻ്റെ അടുത്തുള്ളത്? 14 സ്ക്വയർ വിച്ച് ഈസ് ഈക്വൽ ടു 196. അപ്പോൾ ഇവിടെ ആദ്യം തന്നെ നമുക്ക് എന്ത് എഴുതാം? 14 പ്ലസ് നമുക്കറിയാം അല്ലേ 14 പോയിൻറ്റ് സംതിങ്. അപ്പോൾ ആദ്യം ഈ 14 എഴുതുക. ഇനി പോയിൻ്റ് സംതിങ് ആണ് നമ്മളിവിടെ എന്ത് ചെയ്യാൻ പോണത്? 202 മൈനസ് 196 ഡിവൈഡഡ് ബൈ 2 ഇൻറ്റു 14. അതായത് 14 പ്ലസ് 202 മൈനസ് 196 എന്താ? 6 ഡിവൈഡഡ് ബൈ 14 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 28. അതായത് ഇത് 3 ഇത് 14 അല്ലേ? 2 കൊണ്ട് ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ അപ്പോൾ 14 പ്ലസ് 3/14. അപ്പോൾ 3/14 നമുക്ക് ഡിവൈഡ് ചെയ്ത് നോക്കാം. 3 ഡിവൈഡഡ് ബൈ 14 എത്ര പ്രാവശ്യം പോവും? 0 ഇട്ടു 0 ഇട്ടു 2 ടൈംസ് 28 ഇട്ടു എത്രയാണ്? 2 0 ഇട്ടു എത്ര ടൈംസ് പോവും? 1 ടൈംസ് 14. ഇനി ഇവിടെ 6 ഇട്ടു 0 ഇട്ടു എത്ര ടൈംസ് പോവും? 4 ടൈംസ് 56. 14 ഇൻറ്റു 4 56 ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമുക്ക് വേണ്ട 3 ഡിജിറ്റ് കിട്ടി. 14.214. അപ്പോൾ നമുക്ക് മൊത്തം ലൈൻ്റെ നീളം എത്ര കിട്ടി? അപ്രോക്സിമേറ്റ്ലി 14.214 കിട്ടി. ഇനി ആർ ബി പ്ലസ് ബി സി ചെയ്ത് കഴിഞ്ഞാൽ എത്ര കിട്ടും? ആർ ബി പ്ലസ് ബി സി ഈക്വൽ ടു 5 പ്ലസ് 9.222 ഈക്വൽ ടു എത്രയാണ്? 14.222. നമുക്ക് ആർ സി കിട്ടിയത് എത്രയാണ്? 14.214. അപ്പോൾ 14.222 ഈസ് നോട്ട് ഈക്വൽ ടു 14.214. അപ്പോൾ ഇവിടെ വരുമ്പോൾ നിങ്ങൾ പറയും ഇതൊരു അപ്രോക്സിമേറ്റ് വാല്യൂ അല്ലേ, ഇത് ചിലപ്പോൾ ഈക്വൽ ആയാലോ, ചിലപ്പോൾ ഒരേ ലൈനിലുള്ള തന്നെയായിരിക്കും, വളരെ ചെറിയൊരു വ്യത്യാസമല്ലേ ഇവിടെ ഉള്ളൂ എന്ന് പറയരുത്. ഈക്വൽ കറക്റ്റായിട്ട് ഈക്വലായിട്ട് കിട്ടിയാൽ മാത്രമാണ് ഇത് എവിടെ ഉണ്ടാവുള്ളൂ? ഒരേ ലൈനിൽ കിടക്കുള്ളൂ. അപ്പോൾ നമുക്കിവിടെ എന്ത് കിട്ടി? ആർ ബി സി എന്ന പോയിന്റിൽ ആർ ബി പ്ലസ് ബി സി ആഡ് ചെയ്തപ്പോൾ നമുക്ക് ആർ സി കിട്ടിയിട്ടില്ല. അതുകൊണ്ട് തന്നെ ഈ ആർ ബി ആൻഡ് സി ആർ നോട്ട് ലൈയിങ് ഓൺ ദ സെയിം സ്ട്രെയിറ്റ് ലൈൻ എന്ന് പറയാം. ആദ്യം നമുക്ക് 6th ക്വസ്റ്റ്യൻ ഇതിൽ പ്ലോട്ട് ചെയ്യാം. അപ്പോൾ പോയിൻറ്റ്സ് ഏതൊക്കെയാണ്? -3 -4 എം. അപ്പം ആദ്യം -3 -4 എക്സ് കോർഡിനേറ്റ് -3 വൈ കോർഡിനേറ്റ് -4 ഇതാണ് പോയിൻ്റ് അല്ലേ. അപ്പോൾ ഇത് എം -3 -4. അടുത്ത പോയിൻ്റ് ഏതാ? എ 0 0 അതായത് ഒറിജിൻ, ഇതാണ് എ. ഇനി അടുത്തത് ജി 6 8. അപ്പോൾ +6 ആണ് എക്സ് കോർഡിനേറ്റ്, പിന്നെ വൈ കോർഡിനേറ്റ് +8. അപ്പോൾ 6 8 ഇവിടെയാണ് 8. ഇതാണ് പോയിൻ്റ് 6 8. അപ്പം ഇതൊരു പോയിൻ്റ് എം, ഇത് എ, ഇത് ജി. ഇനി ഇത് മൂന്നും കൂടി ഒരേ ലൈനിൽ വരുന്നുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ സ്ട്രെയിറ്റ് ലൈൻ വരച്ച് നോക്കാം. എം എ ജി. ഓക്കെ, ഇത് മൂന്നും ഒരേ ലൈനിലെ പോയിൻ്റായിട്ട് കിട്ടി. കറക്റ്റാണല്ലോ. ഇനി നമുക്ക് അടുത്തത് വരയ്ക്കാം. എപ്പോഴും ഗ്രാഫ് വരയ്ക്കണതിലും മുന്നേ നമ്മൾ പോയിൻറ്റ്സിൻ്റെ കോർഡിനേറ്റ്സ് നോക്കണം. എക്സ് കോർഡിനേറ്റിൽ എത്ര വരെ മാക്സിമം വേണം പോയിൻറ്റ്സ്, വൈ കോർഡിനേറ്റ്സും എത്ര വരെ വരും എന്നുള്ളത് നോക്കിയിട്ട് വേണം നമ്മൾ ഈ ലൈൻ വരയ്ക്കാനായിട്ട്. അപ്പോൾ ഇവിടെ ഇത് നോക്കിക്കഴിഞ്ഞാൽ എക്സ് കോർഡിനേറ്റ് -5 -2 +4. അപ്പോൾ നെഗറ്റീവ് സൈഡിൽ -5 വരെ വേണം, പിന്നെ 4 ആണ് പോസിറ്റീവ്, കുഴപ്പമില്ല. ഇനി വൈ കോർഡിനേറ്റ് നോക്കിയേ, -12 വരെ വേണം. അപ്പോൾ വൈ കോർഡിനേറ്റിൽ നെഗറ്റീവ് സൈഡ് എന്ത് വേണം? -12 വരെ വേണം. അങ്ങനെ നമ്മൾ എക്സ് ആക്സിസും വൈ ആക്സിസും വരച്ചു. അപ്പോൾ വൈ ആക്സിസിൽ -12
-13 വരെ വരച്ചത്. വൈ ആക്സിസിൽ മുകളിൽ പോസിറ്റീവിൽ അധികം ഇല്ലാത്തതുകൊണ്ട് ഞാൻ 1 2 3 വരെ ജസ്റ്റ് അടയാളപ്പെടുത്തിയിട്ടുള്ളൂ. ഇനി നമുക്ക് പോയിൻറ്റ്സ് നോക്കാം. ഫസ്റ്റ് പ്ലോട്ട് ചെയ്യേണ്ട പോയിൻ്റ് ഏതാ? -5 -1 വിച്ച് ഈസ് 6. അപ്പോൾ -5 എക്സ് കോർഡിനേറ്റ്, -1 വൈ കോർഡിനേറ്റ്. ഏതാ പോയിൻ്റ്? ദിസ് ഇസ് എ പോയിൻ്റ് R, -5 -1. ഇനി അടുത്ത പോയിൻ്റ് ബി, -2 -5. അപ്പോൾ എക്സ് കോർഡിനേറ്റ് -2 ആൻഡ് വൈ കോർഡിനേറ്റ് -5. അപ്പോൾ ഏതാ പോയിൻ്റ്? ദിസ് ഇസ് ദ പോയിൻ്റ് ബി. -2 -5. ഇനി സി ഏതാണ്? +4 -12. 4 ആൻഡ് -12. ഇതാണ് സി, +4 -12. ഇനി ഇത് ജോയിൻ ചെയ്ത് വരയ്ക്കാൻ പറ്റുമെന്ന് നോക്കാം. ഇവിടെ ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ അതെ 6 ഇവിടെ ഉണ്ട്, ബി ഇവിടെ ഉണ്ട്. കറക്റ്റ് ഈ ഒരു ലൈനിൽ തന്നെ വരും. 6ഉം ബിയും വന്നു. പക്ഷേ സി എവിടെയാണ്? കുറച്ച് ഇങ്ങോട്ടേക്ക് മാറിയിട്ടാണ്. കണ്ട? അപ്പോൾ അതാണ് പറഞ്ഞത്, ഏകദേശം ഒരേപോലത്തെയൊക്കെ കിട്ടിക്കഴിഞ്ഞാലും അങ്ങനെ വിചാരിക്കരുത്. കണ്ട? ആർ ബി സി ഏതാ? ഈ സെയിം ലൈനിലല്ല. ഈ സെയിം ലൈനിലുള്ള പോയിൻറ്റ്സിന് പറയുന്ന ഒരു പേരുണ്ട്, കൊലീനിയർ പോയിൻറ്റ്സ്. അതൊക്കെ നിങ്ങൾക്ക് ഇനി 10th അല്ലെങ്കിൽ +1 +2 പഠിക്കാനുള്ളതാണ്. അപ്പോൾ ആറും ബിയും കൊലീനിയർ ആണ്, പക്ഷേ സി ഈസ് നോട്ട് കൊലീനിയർ. അപ്പോൾ ഈ സെയിം ലൈനിലല്ല ഈ പോയിൻ്റ്. മനസ്സിലായല്ലോ? ഇനി നമുക്ക് 8th ക്വസ്റ്റ്യൻ നോക്കാം. യൂസിങ് ദ ഒറിജിൻ ആസ് 1 വെർട്ടെക്സ്, പ്ലോട്ട് ദ വെർട്ടിസസ് ഓഫ് എ റൈറ്റ് ആംഗിൾഡ് ഐസോസ്ലസ് ട്രയാങ്കിൾ. An isosceles triangle with one vertex in quadrant 3 and the other in quadrant 4. നമുക്ക് വരയ്ക്കേണ്ടത് എന്താണ്? ഒരു റൈറ്റ് ഐസോസ്ലസ് ട്രയാങ്കിൾ ആണ് വരയ്ക്കേണ്ടത്. അപ്പോൾ അതിൻ്റെ ഒരു വെർട്ടെക്സ് എന്താണ്? ഈ ഒറിജിനാണ് ഒരു വെർട്ടെക്സ്. ഐസോസ്ലസ് ആയതുകൊണ്ട് എന്താ? 2 സൈഡ് ഈക്വൽ ലെങ്ത് ആയിരിക്കണം. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നിന്നൊരു 4 or 5 സെൻറ്റിമീറ്റർ ഇവിടെ എക്സ് ആക്സിസിൽ എടുക്കാം. ഇവിടെ വൈ ആക്സിസിലും ഇവിടെ ഒരു 5 സെൻറ്റിമീറ്റർ എടുക്കാം. ഇത് രണ്ടും കൂടി ഒന്ന് ജോയിൻ ചെയ്യാം. റൈറ്റ് ഐസോസ്ലസ് ട്രയാങ്കിൾ ആയില്ലേ? അതായത് ഈ ഒരു ട്രയാങ്കിളിൻ്റെ ഒരു വെർട്ടെക്സ് എന്താണ്? ഒറിജിൻ 0 0. ഇതെന്താണ്? ഇതിൻ്റെ കോർഡിനേറ്റ് എന്താണ്? ഇത് -0 -5. കാരണം ഇത് വൈ ആക്സിസിലെ പോയിൻ്റ് ആയതുകൊണ്ട് എക്സ് കോർഡിനേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. അപ്പോൾ 0 -5. ഇനി ഈ വെർട്ടെക്സിൻ്റെ കോർഡിനേറ്റ്സ് എന്താണ്? 5 0. ഇത് എക്സ് ആക്സിസിലെ പോയിൻ്റ് ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് 0 ആണ്. പിന്നെ ഇത് എക്സ് ആക്സിസും ഇത് വൈ ആക്സിസും ആയതുകൊണ്ട് ഇതെന്താണ്? പെർപെൻഡിക്കുലർ ആണ്. അതുകൊണ്ട് ഇവിടെ തന്നെ എന്തുണ്ട്? റൈറ്റ് ആംഗിൾ ഉണ്ട്. അപ്പോൾ ഇതൊരു റൈറ്റ് ട്രയാങ്കിൾ കിട്ടി. ഒ എ ബി എന്ന് വേണമെങ്കിൽ കൊടുക്കാം. അപ്പോൾ ഒ എ ബി അല്ലെങ്കിൽ എ ബി ഒ എന്താണ്? ഈസ് എ റൈറ്റ് ട്രയാങ്കിൾ, റൈറ്റ് ഐസോസ്ലസ് ട്രയാങ്കിൾ. അപ്പോൾ റൈറ്റ് ആംഗിൾഡ് അറ്റ് പോയിൻ്റ് ഒ. മനസ്സിലായില്ല? അപ്പോൾ ഇവിടെ ഇതിൻ്റെ ഈ ഒരു സൈഡിൻ്റെ ലെങ്ത് എത്ര തന്നെയാണ്? 5 സെൻറ്റിമീറ്റർ. ഈ ഒരു സൈഡിൻ്റെയും ലെങ്ത് എത്ര തന്നെയാണ്? 5 സെൻറ്റിമീറ്റർ തന്നെയാണ്. കിട്ടിയില്ലോ? ഇനി നമുക്ക് അടുത്ത ട്രയാങ്കിൾ വരയ്ക്കാം. അടുത്ത എന്താ വരയ്ക്കേണ്ടത്? an isosceles triangle with one vertex in quadrant 3 and other in quadrant 4. അപ്പോൾ quadrant 3 ഏതാണ്? ഇതാണ്. ഇത് ഫസ്റ്റ്, ഇത് സെക്കൻഡ്, ഇത് തേർഡ്, ഇത് ഫോർത്ത്. അപ്പോൾ ഈ രണ്ട്, ഒരു വെർട്ടെക്സ് തേർഡിലും ഒരു വെർട്ടെക്സ് ഫോർത്തിലും ഒരു വെർട്ടെക്സ് ഒറിജിനുമായിട്ട് വരുന്ന ഒരു ഐസോസ്ലസ് ട്രയാങ്കിളാണ് വരയ്ക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പോൾ ഈ ഒരു ട്രയാങ്കിൾ വരയ്ക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ തേർഡ് ക്വാഡ്രൻറ്റിൽ ഒരു പോയിൻ്റ് എടുക്കുക. അതിൻ്റെ മിറർ റിഫ്ലക്ഷൻ ഫോർത്ത് ക്വാഡ്രൻറ്റിൽ എടുക്കുക. അപ്പോൾ ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ നമുക്കിപ്പോൾ 5 3 എടുക്കാം. -3 -5. അതായത് എക്സ് കോർഡിനേറ്റ് -3ഉം വൈ കോർഡിനേറ്റ് -5 എടുക്കാം. -3 -5 ഇവിടെ എടുത്തു. ഇനി ഇതിൻ്റെ മിറർ റിഫ്ലക്ഷൻ ഇവിടെ എങ്ങനെയായിരിക്കും? ഇവിടെ +3 ആയിരിക്കും എക്സ് കോർഡിനേറ്റ്. ഇനി വൈ കോർഡിനേറ്റ് എന്ത് തന്നെയായിരിക്കും? -5 തന്നെയായിരിക്കും. അപ്പോൾ +3 -5. ഇനി ഇത് രണ്ടും കൂടി ജോയിൻ ചെയ്യുക.
ഇനി ഇത് ഒറിജിനുമായിട്ട് ജോയിൻ ചെയ്യുക. കുറച്ച് ചെരിഞ്ഞായി. ഇപ്പോൾ കിട്ടിയില്ല ഒരു ഐസോസ്ലെസ് ട്രയാങ്കിൾ. ഈ രണ്ട് സൈഡും എന്ത് തന്നെയായിരിക്കും? ഈക്വൽ ആയിരിക്കും. എന്തുകൊണ്ട് ഈക്വൽ എന്ന് പറയണേ? ഇവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഡിസ്റ്റൻസ് ഫോർമുല വെച്ചിട്ട് ഈ രണ്ടിൻ്റെയും എന്ത് നോക്കാം? നമുക്ക് ഡിസ്റ്റൻസ് നോക്കിക്കഴിഞ്ഞാൽ ഇത് രണ്ടും എന്ത് തന്നെയായിരിക്കും? സെയിം ആയിരിക്കും. x2 y2 ഇത് 0 0 x1 y1 ആയിട്ടുണ്ടെങ്കിൽ -3 -0 അതായത് -3² + 5² ആയിരിക്കും ഈ ഒരു സൈഡ്. അതേപോലെ തന്നെ ഇവിടെ എന്ത് തന്നെയായിരിക്കും? -3² പകരം +3² രണ്ടും എന്ത് തന്നെയാണ്? 9 തന്നെയാണ്. അപ്പോൾ 3² + 5² തന്നെയാണ് ഇവിടെയും വരാം. മനസ്സിലായല്ല? അപ്പോൾ ഈ രണ്ട് ലെങ്ത്തും എന്താണ്? ഈക്വലാണ്. അപ്പോൾ ഇത് ഐസോസ്ലെസ് ട്രയാങ്കിൾ ആണ്. ഇതിൻ്റെ ഒരു വെർട്ടെക്സ് 3rd ക്വാഡ്രൻറ്റിൽ, അടുത്ത വെർട്ടെക്സ് 4th ക്വാഡ്രൻറ്റിൽ, ഒരു വെർട്ടെക്സ് ഒറിജിൻ. അപ്പോൾ ക്വസ്റ്റ്യനിൽ പറഞ്ഞ എല്ലാ കാര്യങ്ങളും റെഡി ആയില്ല.